കേൾക്കാം. താങ്ക് യു. നോർത്ത് അമേരിക്കയിലുള്ളവർക്ക് ഗുഡ് ഈവനിങ്, ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാന് ദൈവം ഒരു അവസരം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും തന്നെ ദൈവത്തെ സ്തുതിക്കുന്നില്ല. ബൈബിളിൽ വാക്യമുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഓരോ നിമിഷവും കർത്താവിനെ സ്തുതിക്കാനും അവനെ നന്ദി കരയറ്റുവാനും ഉള്ളൊരു അവസരമായിട്ട് നമ്മൾ ഉപയോഗിക്കുക. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറയുന്നത്, നമ്മൾ എന്ത് തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിനായിട്ട് തീരണം എന്നുള്ള അതാണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം സ്വയം പരിശോധന ചെയ്ത് ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്യുക. അതും അല്പമായിട്ട് ചെയ്താൽ പാതി മനസ്സോടെ, സാമൽ സാറിന്റെ ഒരു പാട്ടുണ്ട്, പാതി മനസ്സോടെ ചെയ്യുന്ന ശുശ്രൂഷ ഒന്നും ഫലവത്താകില്ല, വിശ്വാസ കപ്പല് മുങ്ങിപ്പോകും. 2 ആഴ്ച മുമ്പ് നമ്മൾ കണ്ടല്ലോ, വാഷിംഗ്ടൺ DC ഹെലികോപ്റ്റർ അത് കണക്കിൽ കൂടുതലായിട്ട് ഉയരത്തിൽ പറന്ന് അത് നേരിട്ട് ചെന്ന് പ്ലെയിനെ ചെന്ന് ഇടിച്ചു. വാണിംഗ് ഉണ്ടായിട്ടും എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. വിശ്വാസ കപ്പൽ അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമ്മൾ വളരെ ദൈവത്തിന് പ്രവർത്തിക്കുന്ന ഏറ്റവും നമ്മുടെ പരിപൂർണമായിട്ടുള്ള സമർപ്പണത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെളിപാട് ദിവസം 6-ാം അധ്യായത്തിന്റെ ആമുഖം നമ്മൾ ചിന്തിച്ചു. ഇന്ന് അതിന്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ചിന്തിക്കുന്നു, പ്രാർത്ഥനയോട് ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 6-ാം അധ്യായം വായിക്കുക. വെളിപാട് പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കുഞ്ഞാട് മുദ്രകളിൽ 1 പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൻ്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന് മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്കം നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തനും വെള്ളനിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറയും. താങ്ക് യു വെരി മച്ച്.
ഇവിടെ 6-ാം അധ്യായത്തില് ആകെ 7 മുദ്രയാണ് വിട്ട പുസ്തകത്തിലുള്ളത്. 6 മുദ്രയും 6-ാം അധ്യായത്തിൽ ഇവിടെ പൊട്ടിക്കുന്നുണ്ട്. അതിൽ 6-ാമത്തെ മുദ്രയാണ് അവസാനം ഇപ്പം വായിച്ച ഏറ്റവും അതിഭയങ്കരമായ ഭീകരമായിട്ടുള്ള മുദ്ര, ജഡ്ജ്മെന്റ്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ വായിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ അന്തിക്രിസ്തുവിന്റെ കാര്യമൊക്കെ ഒരു ഇൻട്രഡക്ഷനായിട്ട് പറഞ്ഞായിരുന്നു, ആമുഖമായിട്ട്. ഇവിടെ വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്ന ആരാണ്? ഈ അപരിചിതൻ ആരാണ്? ഈ വെള്ളപ്പുറത്ത് ആരായി? വെള്ളപ്പുറത്ത് എതിർ ക്രിസ്തു ആണെന്നാ മനസ്സിലായി. ഓക്കെ, താങ്ക് യു. എതിർ ക്രിസ്തു ആണെന്ന്. അപ്പൊ ഇവിടെ ഇത് വെള്ളക്കുതിര എന്ന് പറയുന്ന അവിടെ സൂചിപ്പിക്കുന്ന ഈ യോദ്ധാവ് രക്തച്ചൊരിച്ചിൽ കൂടാതെ വിജയം നേടുന്നുവെന്നാണ്. സമാധാനമായ വിജയം. അവനൊരു ജേതാവാണ്, അതാണ് കാണിക്കുന്നത്. അപ്പം റാപ്ചറിന് ശേഷം, മധ്യാകാശ വരവിന് ശേഷം ഭൂമിയിൽ അരാജകത്വം വർദ്ധിക്കുമ്പോൾ മനുഷ്യരെ നാഥനില്ലാ കളരി പോലെ വളരെ കഷ്ടവും പട്ടിണി അനുഭവിക്കുമ്പം ഏത് നേതാവാണ് ആരെയും അവരെല്ലാം അന്തിക്രിസ്തു വരുമ്പം അവന് സാത്താന്റെ അതേ ഒരു പ്രതീകമാണ്. അവനെ കാണാൻ ആളാണെങ്കിൽ അതുപോലെ ശബ്ദസൗഷ്ടവും ഏറ്റവും വലിയ വാഗ്മിയായിരിക്കും. ശരീരത്തിന് വടിവൊത്ത ശരീരവും വളരെ സുമുഖനുമായിരിക്കും. അങ്ങനെ ഏത് മനുഷ്യരും അട്രാക്ട് ചെയ്യുന്ന ഒരു ലോകത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ആളായിരിക്കും. അതുകൊണ്ട് അന്തിക്രിസ്തു ഭൂമിയിൽ വരുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ 2 കൈയും നീട്ടി അന്തിക്രിസ്തുവിനെ സ്വീകരിക്കും. അതുപോലെയുള്ള കഴിവുകളും ഉള്ള ഒരാളാണ്. അപ്പൊ പുരാതന കാലം മുതലേ നമ്മള് ഈ വിജയം ആഘോഷിക്കൊണ്ടിരുന്ന് നടത്തുന്നതിന് പിന്നെ ഈ പണ്ട് മുതലേ യുദ്ധത്തിലുമൊക്കെ വിജയിച്ചു കഴിഞ്ഞ വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന ഒരു യാത്ര ചെയ്യുന്ന ഒരു പതിവാണ്. ജയിക്കുന്ന രാജാവ് അല്ലെങ്കിൽ സൈന്യാധിപൻ വെള്ളക്കുതിരപ്പുറത്താണ്. ഇവിടെയും അതാണ് കാണിക്കുന്നത്. അന്തിക്രിസ്തു രക്തച്ചൊരിച്ചിലില്ലാതെ വിജയിയായിട്ട് വെള്ളക്കുതിരപ്പുറത്ത് വരുന്നു. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ 20-ാം നൂറ്റാണ്ടിൽ തന്നെ നോക്കിയാല് ഈ 1-ാം ലോകമഹായുദ്ധ സമയത്ത് തുർക്കികള് ഒട്ടോമൻ എംപയറിനെ ബ്രിട്ടീഷുകാര് തോൽപ്പിച്ച ജനറൽ അലൻബി അവിടെ ജെറുസലേമിൽ വന്നപ്പോൾ ഒട്ടോമൻ എംപയറിനെ തോൽപ്പിച്ച് 1917 ഡിസംബറിലാണ് വന്നത്. ഇദ്ദേഹം ആദ്യം വന്ന ഇപ്പം യൂട്യൂബിൽ നോക്കിയാൽ ചിലപ്പം കാണും അന്നത്തെ പടങ്ങള്. ഈ അലൻബി വരുന്ന ഒരു വെള്ളക്കുതിരപ്പുറത്താണ് കയറി വരുന്നത്, വിജയഘോഷം പ്രഖ്യാപിക്കുന്നത്. പുരാതന കാലം മുതലേ തുടർന്ന് കഴിഞ്ഞ നമ്മുടെ കാലത്തും അത് ഇപ്പോഴും ഉണ്ട്. അലൻബിയുടെ വേറൊരു തമാശ, ഈ അള്ളാന്ന് പറയുന്ന 2 ALL അലൻബിന്ന് ALLE വന്ന ഈ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. അള്ളായുടെ ഒരു പേരും ആ പേര് പോലെ അവർക്ക് തോന്നി. അതുകൊണ്ടും വലിയ യുദ്ധമൊന്നുമില്ലാതെ തന്നെ അലൻബിക്കും ഈസിയായിട്ട് ഒട്ടോമന് സാമ്രാജ്യത്തെ തകർക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ 2-ാം ലോകമഹായുദ്ധ കാലം തുടങ്ങിയപ്പോൾ മുസോളിനി ഇറ്റലിയിലെ എത്യോപ്യ പിടിച്ചടക്കി. അവിടുത്തെ ചക്രവർത്തി ഹേലി സെലാസി നാട് കടത്തപ്പെട്ടു. അപ്പോൾ അതിനെ ബ്രിട്ടീഷുകാർ നിയമിച്ച് ഓൾഡ് ചാൾസ് വിൻഗേറ്റിനെയായിരുന്നു. വിൻഗേറ്റ് നമ്മുടെ ഇന്ത്യയിലെ മൗണ്ട് ബാറ്റന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ബർമയിലെ യുദ്ധത്തില് ജപ്പാനേക്ക് തോൽപ്പിച്ചതൊക്കെ ഓൾഡ് വിൻഗേറ്റ് ആയിരുന്നു. അന്ന് ഇന്ത്യയിലെ വിൻഗേറ്റിന്റെ പേര് സർവ്വസാധാരണമായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നു. ആ വിൻഗേറ്റിന്റെ മാതാപിതാക്കള് ഒരു ബ്രിട്ടീഷ് മിഷണറിമാരായിരുന്നു, ഇന്ത്യയിലെ ബ്രദർ മിഷണറിമാരായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ജനിച്ചു വിൻഗേറ്റ് പ്ലെയിൻ അപകടത്തില് ഇന്ത്യയിൽ മരിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ലോകമഹായുദ്ധത്തിന്റെ ഈ ലോകത്തിലെ പുതിയ യുദ്ധമുറയുടെ പിതാവ് വിൻഗേറ്റ് ആയിരുന്നു. 2-ാം ലോകമഹായുദ്ധത്തിന് മിഷൻ ചേർത്ത് അദ്ദേഹത്തെ അമേരിക്കൻ പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യാൻ കൊണ്ടുവന്നു. അതുപോലെ ഇസ്രായേൽ സ്ഥാപിച്ചപ്പോൾ അതിന്റെ മോശ ദയാന്, ബെൻകൂറിയൻ ഇവരെയെല്ലാം പരിശീലിപ്പിച്ചത് വിൻഗേറ്റ് ആയിരുന്നു. അദ്ദേഹം മരിച്ചില്ലായിരുന്നെങ്കിൽ ആൾക്കാർ പറയുന്നു ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്ററോ സർവ്വസൈനികനായി തീർന്നു പോയനും. അപ്പോൾ ഹേലി സെലാസി എത്യോപ്യ പിടിച്ചെടുത്ത് തിരിച്ച് വീടെടുത്ത് കഴിഞ്ഞ് വിൻഗേറ്റ് വെള്ളക്കുതിരപ്പുറത്ത് വന്നു. ഹേലി സെലാസി പുറകിൽ റോൾസ് റോയ്സ് കാറിൽ വന്നു. ഞാൻ ഇത്രയും ചരിത്രം പറഞ്ഞത് വെള്ളക്കുതിരപ്പുറത്ത് വരുന്നത് അന്ന് ഇന്നും അതൊരു പതിവാണ്. പിന്നെ വെളിപാട് 19-ാം അധ്യായത്തില് അത് ഞാനും പറയാൻ വരുമായിരുന്നു. 19-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തില് വെള്ളക്കുതിരയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു.
അവിടെ കാണുന്ന വെള്ളക്കുതിരപ്പുറത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിന്നെ ജയാളിയായിട്ട് വരുന്നു. വരുന്നതാണ് അവിടെ കാണുന്നത്. അപ്പം അന്തിക്രിസ്തു എപ്പോഴും ഒരു കൗണ്ടർ ഫീറ്റ് ആണല്ലോ. യേശു ക്രിസ്തുവിന്റെ ഒരു കൗണ്ടർ ഫീറ്റ് ആയിട്ടാണല്ലോ, അതുകൊണ്ടാണല്ലോ അന്തിക്രിസ്തു എന്നുള്ള പേര് തന്നെ കാണുന്നത്. അപ്പം ഇവിടെ ഈ 6-ാം അധ്യായത്തിലേക്ക് കാണുമ്പോൾ വരിക എന്ന് 2-ാം ജീവി പറഞ്ഞപ്പോൾ ഒരു ചുവന്ന കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമ്മാനം എടുത്തു കളഞ്ഞു. അതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാള് അവന് കിട്ടി. ഈ വലിയ വാളെന്ന് പറയുമ്പം അതിന് പ്രത്യേക ഒരു ഇതുണ്ട്. ഇതൊരു സാധാരണ ഒരു വാളല്ല. ഇത് മൃഗത്തിന്റെയോ മനുഷ്യന്റെയോ കഴുത്ത് മുറിക്കുവാൻ കഴിയുന്ന ഒരു പ്രത്യേക ഒരു ഇനം വാളാണ്. ഇപ്പം നിങ്ങൾ ഈ പത്രങ്ങൾ കഴിഞ്ഞ 10-20 കൊല്ലത്തിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ ഐസിസ് വന്നപ്പോൾ ഈ ക്രിസ്ത്യാനികളെ, ഈജിപ്ഷ്യൻ ക്രിസ്ത്യാനികളെ പിന്നെ പ്രത്യേക ഡ്രസ് ധരിപ്പിച്ചിട്ട് കടൽ തീരത്തിരുത്തി കഴുത്ത് വെട്ടുന്ന പടം വീഡിയോയിലൊക്കെ അവർ പിടിച്ചു. പിന്നെ ഇത് 2016 ഐസിസ് ഇറാഖിന്റെ ബാഗ്ദാദിന്റെ 60 മൈൽ അകലെ വരെ വന്നു. പിന്നെ ട്രംപ് ജയിച്ചപ്പോൾ 2-3 മാസം ഐസിസിനെ ഇല്ലാതാക്കി. എന്നാല് ഇവിടെ ഇത് കാണുന്നത് ഇപ്പോഴ് ഈ അന്തിക്രിസ്തു ഭരിക്കുമ്പോൾ ലോകം മുഴുവൻ സോഷ്യലിസമായിരിക്കും. അമേരിക്കയിലും സോഷ്യലിസമായിരിക്കും. ഞാനൊരു ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ട്, റാപ്ചറിന് ശേഷം ആന്റി ക്രൈസ്റ്റ് ആൻഡ് സോഷ്യലിസം എന്നും പറഞ്ഞ് താല്പര്യമുണ്ടെങ്കിൽ വേണമല്ലേ ഞാൻ ആർട്ടിക്കിൾ ഇതിലിടാം. കുറച്ച് നാൾ മുമ്പ് എഴുതിയതാണ്. അപ്പൊ സോഷ്യലിസത്തിന്റെ കാലമായിരിക്കും. അപ്പം ഈ മഹാപീഡന കാലത്ത് ബിഹേഡിങ് ആയിരിക്കും, ഈ ശിരഛേദനം ചെയ്യുകയായിരിക്കും അന്നത്തെ ഏറ്റവും വലിയ ശിക്ഷ. ചുരുക്കി പറഞ്ഞാൽ ഈ മഹാപീഡന കാലത്ത് ഇപ്പം നമുക്ക് ലോകത്തിലെ പല പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. എന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. കുടുംബമായിട്ടും കൂട്ടുകാരുമായിട്ടും സഭയിലും അങ്ങനെ വെക്കേഷന് പോകുമ്പോഴും എല്ലാം നമ്മൾ സന്തോഷമുണ്ട്. എന്നാൽ ഈ മഹാപീഡന കാലത്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മനസ്സമാധാനമില്ല. എപ്പോഴും ഭയത്തിലും ഭീതിയിലും ആയിരിക്കും ജീവിക്കുന്നത്. യുദ്ധം എന്ന് പറഞ്ഞാൽ അന്യോന്യം യുദ്ധം, രാജ്യങ്ങൾ തമ്മിലുള്ള ട്രൈബൽ വാർ. അത് ഇന്നുകൊണ്ട് കഴിഞ്ഞ 4000-5000 കൊല്ലമായിട്ട് നോക്കിയാലും ട്രൈബൽ വാർഫെയർ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഏറ്റവും കൂടിയിട്ട് ഈ അയൽവക്കത്തുകാർ തന്നെ അങ്ങോട്ട്, വേണ്ടപ്പെട്ടവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിച്ചു കൊടുക്കും. വീട്ടിലുള്ളവർ തന്നെ അപ്പൻ മകനെ ഒറ്റി കൊടുക്കും, മകൻ അപ്പനെ ഒറ്റി കൊടുക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സമാധാനമില്ലാതെ ഒരു എപ്പോഴും സൂചിമുനയിൽ ജീവിക്കുന്ന ഒരവസ്ഥയായിരിക്കും ആ സമയത്തുണ്ടായിരിക്കുന്നത്. ഹിന്ദു മുസ്ലിം ലഹളയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ആരും ഒത്തിരി പരിസ്ഥാത്മാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഏറ്റവും വലിയ ഒരു സമാധാനമില്ലാത്ത ലോകം ഇതുവരെയും ലോക സൃഷ്ടിക്ക് ശേഷം വരാത്ത ഏറ്റവും വലിയ കഷ്ടമായിരിക്കും ജനങ്ങൾ അനുഭവിക്കുന്നത്. ചുവന്ന കുതിരപ്പുറത്ത് ഇരിക്കുന്ന മനുഷ്യൻ പ്രതിദാനം ചെയ്യുന്നത് അന്യനെ കൊല്ലുന്ന ജാതികളെ മാത്രമല്ല, ആഭ്യന്തര യുദ്ധം, ട്രൈബൽ വാറ്, ഇങ്ങനെ കൊലപാതകം മൂലം സമാധാനം നശിച്ച് ജനങ്ങൾ ഭീതിയിലായിരിക്കും എപ്പോഴും ജീവിക്കുന്നത്. ആർക്കും ആരെയും വിശ്വാസമില്ല. എല്ലാവരും സംശയത്തോടെയാണ്. ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും, അപ്പൻ മകനെയും, മകൻ അപ്പനെയും ആരെയും വിശ്വസിക്കാത്ത ഒരു നിലയിലാണ്. പിന്നെ 3 മുതൽ 4 വരെ വായിക്കുമ്പോൾ നമ്മൾ 2-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ എസെക്കിയേൽ പ്രവചനം 38 ഞാൻ ആദ്യ സമയത്ത് ക്ലാസ് എടുത്തപ്പം അത് എസെക്കിയേൽ 38 എടുത്തതാണെന്ന് തോന്നുന്നു. പിന്നെ ഓർക്കുന്നുണ്ടോ നിങ്ങള്? എന്തോ? അതെ, എസെക്കിയേൽ 38 പിന്നെ ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ കാണുന്ന ആ യുദ്ധമാണ് അവിടെ കാണുന്നത്. ആ ചുമന്ന കുതിരപ്പുറത്തെന്ന് പറയുന്ന ഇരുന്ന റഷ്യക്കാരും അതിനോട് അവിടെ ഇസ്ലാമിക് അലയൻസും കൂടെ ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഇത് വിവരിക്കുന്നത്. ഈ സോവിയറ്റ് യൂണിയൻ 1990 തകർന്നപ്പം 15 രാജ്യങ്ങളായിരുന്നു സെപ്പറേറ്റ് രാജ്യങ്ങൾ. അത് 5-10 രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ്. അവരെല്ലാം റഷ്യയും കൂടെ ചേർന്ന് അവസാനം ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ വരും. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിലും അത് കാണുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ എസെക്കിയേൽ 38 എടുത്തതാണ്. അതുകൊണ്ട് ഇനി ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. റഷ്യയും അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെ ആക്രമിക്കാൻ വരും. പിന്നെ 3-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 5-6 വാക്യത്തിൽ വലിയ സാമ്പത്തിക തകർച്ചയാണ് കാണുന്നത്. കറുത്ത കുതിരപ്പുറത്തിരിക്കുന്നവൻ ലോകം മുഴുവൻ വരുന്ന സാമ്പത്തിക തകർച്ചയാണ് പ്രതിദാനം ചെയ്യുന്നത്. ഏറ്റവും ഭയാനകരമായ ഒരു യാഥാർത്ഥ്യം, ഒരു ദിവസം റേഷനരി വേണ്ടുന്ന ഗോതമ്പിന് 1 ദിവസത്തെ ശമ്പളം നൽകേണ്ടി വരും.
ഇപ്പം ജോലി തന്നെ വളരെ ചുരുക്കമായിരിക്കും. ക്യാഷ് ട്രാൻസാക്ഷൻ തന്നെ ബാർട്ടർ സിസ്റ്റം കൊടുക്കവാങ്ങലായിരിക്കും വരുന്നത്. എന്നാൽ ജോലി തുച്ഛമായിട്ട് കുറച്ചു പേർക്കുള്ളത് തന്നെ ഒരു ദിവസത്തെ ജോലി ചെയ്ത് അതിൻ്റെ ശമ്പളം കൊണ്ട് മാത്രമേ ആ ഒരു ദിവസത്തേക്ക് ഗോതമ്പ് വാങ്ങുവാൻ ഫുഡ് മെറ്റീരിയൽ വാങ്ങാൻ കഴിയൂ. ഗോതമ്പ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ 21ാം നൂറ്റാണ്ടിൽ മനസ്സിലാക്കുന്നത് നമ്മുടെ ഫുഡ് മെറ്റീരിയൽസ് അതാണ് മീൻ ചെയ്യുന്നത്. പട്ടിണി മൂലം അരാജകത്വവും പിടിച്ചുപറിയും മോഷണവും ക്ഷാമവും മരണവും സംഭവിക്കും. ഒന്നും 3-4 ദിവസം ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നമുക്കറിയാം. അന്നേരം എത്ര നിലവരാന്ന് പറയാൻ അയലോക്കത്തുകാരന്റെ സാധനങ്ങൾ മോഷ്ടിക്കുകയും നാട്ടിലാണെങ്കിലും നമുക്കറിയാമല്ലോ. പണ്ടത്തെ കാലത്ത് അയലോക്കത്ത് പോയി പലരും കപ്പ വീഴുകയും ചക്ക പറിക്കുകയും നമുക്ക് പരിചയമുള്ളതാണല്ലോ. അപ്പം അങ്ങനെയുള്ള വളരെ എന്നാൽ ഇവിടെ കാണുന്ന ഒലിവെണ്ണയും വീഞ്ഞും യോനാന്റെ കാലത്ത് അന്ന് യോനാൻ എഴുതുന്ന സമയത്ത് വില കൂടിയ സാധനങ്ങളായിരുന്നു. പിന്നെ പ്രായമുള്ളവരും പിന്നെ രോഗികളും കുഞ്ഞുങ്ങളും എല്ലാം പട്ടിണി കിടന്ന് മരിക്കും. ഇപ്പം തന്നെ പ്രായമുള്ളവർ 90-100 വയസ്സുള്ളവർ സുഖമായിട്ട് ജീവിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ല എല്ലാ രാജ്യങ്ങളിലും. എന്നാൽ അന്ന് ഇങ്ങനെ ഏറ്റവും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള നിലയിലായിരിക്കും. ധനികർക്ക് കുറച്ചുകൂടെ സർവൈവ് ചെയ്യാൻ കഴിയും. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുതെന്ന് അവിടെ വായിച്ചായിരുന്നല്ലോ. ഒരു പ്രത്യേക നിർദ്ദേശം അതിനു മുമ്പ് വിരിച്ചിരിക്കുന്ന. അപ്പൊ കഠിന ക്ഷാമത്തിന്റെ രൂക്ഷതയെ മയപ്പെടുത്തുവാനുള്ളതാണെന്ന് ചിലർ ധരിക്കുന്നു. അങ്ങനെയാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. എന്നാൽ അതല്ല കാരണം. എണ്ണയും വീഞ്ഞും കൊണ്ട് ആർക്കെങ്കിലും ഈ പട്ടിണി കിടക്കുമ്പോൾ എണ്ണയും വീഞ്ഞും കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഫുഡ് അതല്ല അവിടുത്തെ അർത്ഥം. എണ്ണയും വീഞ്ഞും കൊണ്ട് സാധാരണക്കാർക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. ഗോതമ്പും യവവുമാണ് വിശപ്പടക്കാനുള്ള ആഹാരം. അപ്പം ഫുഡ് നമുക്കാണെങ്കിൽ അരിയും ഗോതമ്പുമാണല്ലോ. എണ്ണയും വീഞ്ഞും ധനികരുടെ മേശപ്പുറത്ത് മാത്രം കാണുന്ന സുഖഭോഗ വസ്തുക്കളാണ്. അങ്ങനെയാണ് 6ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഏറ്റവും ഭയാനകരമായ ഇതാണ് 6ാം മുദ്രയാണ്. രാജാക്കന്മാരും പ്രഭുക്കന്മാരും തുടങ്ങി ദാസന്മാർ വരെ സകലരും ഒരുപോലെ ആപാലവൃത്തമായി ന്യായം വിധിക്കപ്പെടും. സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ ന്യായവിധിയാണിത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഓരോന്ന് ഞാനത് ഓവർലാപ്പ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. 4ാമത്തെ മുദ്ര 7 മുതൽ 8 വരെ വാക്യങ്ങള്. 2ാമത്തെയും 3ാമത്തെയും കുതിരകളുടെ തൊട്ട് പിന്നാലെ ഒരു മഞ്ഞ കുതിരയും അതിന്റെ കൂടെ മരണവും വരുന്നു. ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭൂമിയിലെ 1/4 ഭാഗം കൊല്ലപ്പെടും. ഒന്ന് ചിന്തിയൊക്കെ, ലോകത്തില് 10 ബില്യൺ ആൾക്കാരുണ്ടെന്നിരിക്കട്ടെ, അതിൽ 1/4 മരിച്ചെന്ന് പറയാൻ എത്ര ബില്യൺ ആൾക്കാരാണ് മരിക്കുന്നത്? മാനവ സംസ്കാരം മുഴുവൻ നമ്മുടെ സ്റ്റോൺ ഏജ് പോലെ ആയിത്തീരും. ഒന്ന് ഇലക്ട്രിസിറ്റിയിലെ തന്നെ നമുക്കറിയാമല്ലോ. നമുക്ക് ബാത്റൂം ഉപയോഗിക്കാനൊക്കെ കുളിക്കാൻ പറ്റുകയില്ല, വെള്ളമില്ല. നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത്, ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ വെള്ളവുമില്ല, ഒന്നും വർക്ക് ചെയ്യുകയില്ല. അങ്ങനെ ഏറ്റവും നമ്മൾ ശിലായുഗത്തിലേക്ക് പോകും. അതുപോലെ തന്നെ രോഗങ്ങൾ വരുമ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ ലോകം മുഴുവൻ കണ്ടല്ലോ. ലോകം മുഴുവൻ നിശ്ചലമായി. അതൊരു ട്രയലായിരുന്നു യഥാർത്ഥത്തില്. കോവിഡ്, നമുക്ക് പ്ലേഗ്, അതുപോലെ ആന്ത്രാക്സ്, സ്മോൾ പോക്സ്, എല്ലാ സംഹാരികളും അന്നുണ്ടായിരിക്കും. പിന്നെ 5ാമത്തെ മുദ്ര കാണുമ്പോൾ അവിടെ കാണുന്നത് 5ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പുലർത്തിയ സാക്ഷ്യ നിമിത്തവും കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കണ്ടു. യാഗപീഠത്തിന് കീഴിൽ കണ്ടു. ഇത് ഞാന് ക്ലാസ് എടുത്തതാണല്ലോ. രണ്ടാമത്തെ ആഴ്ച മറ്റോ എടുത്ത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്, അത് പറഞ്ഞായിരുന്നു. ഓക്കെ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വിവരിക്കുന്നില്ല. വെളിപാട് പുസ്തകം ന്യായവിധിയുടെ പുസ്തകമാണ്. പഴയ നിയമം ന്യായപ്രമാണ കാലത്തെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിന്റെ കീഴിൽ നാം ഇപ്പോൾ ജീവിക്കുന്നു. കൃപയുടെ നാളുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ ഉഗ്രകോപത്താൽ ഈ ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും സന്ദർശിക്കുന്ന നാളുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെളിപാട് 4:5 അത് വ്യക്തമാക്കിയിട്ടുണ്ട്. വെളിപാട് 4:5 വായിക്കുമ്പോൾ സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നുവെന്ന് നമ്മളുടെ വായിച്ചായിരുന്നല്ലോ. ദൈവത്തിന്റെ മുമ്പിൽ അവന്റെ ഒരു ആജ്ഞകൾ നിർവഹിക്കാൻ കാത്തു നിൽക്കുന്നവരാണ് 4 ജീവികള്. ഈ ഭൂമിയിലെ ദൈവക്രോധം ചൊരിയുന്നതിന്റെ നേതൃത്വം വഹിക്കുന്നവർ ഈ 4 ജീവികളാണ്. അവരാണ് ഇതെല്ലാം നടപ്പാക്കുന്ന ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ്. ജീവികൾ ഓരോന്നും വരിക എന്ന് പറയുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്ന 4 കുതിരകളും
അവയുടെ മേൽ ഇരിക്കുന്നവരും ക്രമത്തിൽ ചരിത്രത്തിന്റെ ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. 4 കുതിരപ്പുറത്തിരിക്കുന്ന 4 പേരും ഈ ഭൂമിയിൽ ന്യായവിധി ചൊരിയുന്നതിന് ദൈവം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ മാനവ ചരിത്രത്തിലെ ഒടുവിലത്തെ ലോക ഭരണാധികാരി, ഈ ലോകത്തിലെ അവസാനത്തെ ചക്രവർത്തി ആരാ? ഭരണാധികാരി ആരാ? അന്തിക്രിസ്തു. അന്തിക്രിസ്തുവിന് ശേഷം ആരെങ്കിലും രാജാക്കന്മാർ ലോകത്തിലുണ്ടോ? ഇല്ല. അപ്പം ഈ നരകത്തിൽ ആദ്യം പോകുന്ന ആരാണ്? നരകത്തില് ഇപ്പൊ ആരെങ്കിലും നരകത്തിലുണ്ടോ? ഇപ്പൊ അപ്പൊ ആദ്യം പോകുന്ന പാർട്ടികൾ ആരാ ആദ്യം നരകത്തില്? അന്തിക്രിസ്തുവിന്റെ കൂടെ ഒരു പാർട്ടികളുണ്ട്. താങ്ക് യു. കള്ളപ്രവാചകൻ. ഇവർ രണ്ടുപേരുമാണ് ആദ്യത്തെ നരകത്തിലെ ഇൻമേറ്റ്സ്. ഇപ്പൊ അത് empty ആണ്. ഇവർ രണ്ടുപേരുമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി. പിന്നെ സാത്താന് പിന്നെ ഇതിലും 1000 മണ്ട് കഴിഞ്ഞേ ഉള്ളൂ. പുള്ളി അവസാനമായിരിക്കും കയറും. അവനെ അന്തിക്രിസ്തുവിനെ ലോകം 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. അവനാണ് അവസാനത്തെ ആള്. പിന്നെ 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിത്വത്തിന്റെ മുദ്രയാണ്. അത് പൊട്ടിക്കുമ്പോൾ ആകാശം പുസ്തകച്ചുരുൾ പോലെ ചുരുളായി മാറിപ്പോകുന്നു നമ്മൾ വായിക്കുന്നു. അപ്പം അത് നമ്മൾ ഇത് നാച്ചുറൽ കലാമിറ്റീസ് കണ്ടെങ്കിലേ അത് മനസ്സിലാവും. ഹിറോഷിമയിലും നാഗസാക്കിയിലും ന്യൂക്ലിയർ ബോംബ് ഇട്ടപ്പോൾ അനവധി മൈലുകൾ ഉയരത്തിലാണ്. അത് ആകാശം ഇതുപോലെ ചുരുളുപോലെ ചുരുണ്ടുപോയതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ വലിയ ഹരിക്കെയിൻ വരികയാണെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ ഒരു ഭീകരമായൊരു അന്തരീക്ഷമാണ്. ആകാശം കാർമേഘങ്ങളാൽ നിറഞ്ഞ് കാറ്റ് വന്ന് വരുന്നതിന് മുമ്പ് തന്നെ വല്ലാത്ത രീതിയിലാണ്. അതുപോലെ തന്നെ അഗ്നിപർവ്വതങ്ങള് പൊട്ടുമ്പോഴേക്കും നാച്ചുറൽ കലാമിറ്റി വരുമ്പോൾ അന്ന് ഈ 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഭീതിയില് മനുഷ്യര് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. അന്ന് മലകളോടും പാറകളോടും പറയും ഞങ്ങളുടെ മണ്ടയിൽ വീഴുക, മരിക്കണമെന്ന്. എന്നാലും മരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചാലും മരണം അവരെ വിട്ട് ഓടിപ്പോകും, മരിക്കുകയില്ല. അപ്പൊ ദൈവത്തിന്റെ ഇത് ന്യായവിധിയാണെന്ന് അവർക്കെല്ലാം മനസ്സിലാകും. പക്ഷേ ആ പ്രകൃതിക്ഷോഭം 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ വരുന്നുണ്ടല്ലോ, അവിടെ വായിച്ചില്ല ദ്വീപുകൾ പോകുന്ന, അത് ഓർക്കുന്നുണ്ടോ? അവിടെ വായിച്ചായിരുന്നു, വായിച്ച് അവസാനം 6-ാം മുദ്ര പൊട്ടിച്ചപ്പോഴത്തെ ദ്വീപുകളുടെ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അത് 12-ാം വാക്യം മുതൽ. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാർ. അത് വേണോ? അത് വേണ്ട, ഇത് മതി. അപ്പൊ നക്ഷത്രം വീണെന്ന് പറഞ്ഞാല് അതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ ഭാഷ എഴുതിയാണ്. നക്ഷത്രം നമുക്കറിയാമല്ലോ, വലിയ ഭൂമിയെക്കാളും വലുതാണ്. അവിടെ അതുകൊണ്ട് മീൻ ചെയ്യുന്ന മീറ്റിയോറൈറ്റ് ഒക്കെയാണ് അവിടെ വീഴുന്നതിനെ കുറിച്ചാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ദൈവം ഈ 7 വർഷത്തെ മഹാവിടന സമയത്ത് ഭൂമിയെ ഒന്ന് റീഅലൈൻമെന്റ് ചെയ്യും. അവിടെ വായിക്കുമ്പോൾ ഈ ദ്വീപുകളെല്ലാം അവിടുന്ന് മാറിപ്പോകുന്നതാണ് കാണുന്നത്. അപ്പം ദ്വീപുകൾ ഒന്നില് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇന്തോനേഷ്യൻ ദ്വീപുകൾ 10,000-ൽ ദ്വീപുകളുണ്ട്, ആയിരക്കണക്കിന് ദ്വീപുകളുണ്ട്. അതെല്ലാം ചിലപ്പോൾ ഒരുമിച്ച് ഒന്നായെന്നിരിക്കും. ചിലപ്പോൾ ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ പിന്നെ അടുത്ത ലക്ഷദ്വീപ്, അതൊക്കെ ചിലപ്പോൾ മുങ്ങിപ്പോയി ഇല്ലാതായെന്നിരിക്കും. അതുപോലെ ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയിലുള്ളത്, നമ്മുടെ ഇവിടെ അമേരിക്കയിലെ ഹവായി, ഇപ്പം സൗത്ത് അമേരിക്കയിലെ ഒത്തിരി ഐലൻഡ്സ് ഉണ്ട്. അത് ഐലൻഡ്സുകളെല്ലാം ഒരുമിച്ച് സ്ഥാനത്തുനിന്ന് മാറി ഒരുമിച്ചാകും, ഒത്തിരി ഐലൻഡ് ഇല്ലാതാകും. അതുകൊണ്ട് ഈ 1000 ആണ്ട് വായിച്ച് വരുമ്പോൾ എന്റെ അനുമാനത്തിൽ ഇതൊന്ന് വായിച്ചത് മനസ്സിലാകുന്നത് ഈ ദ്വീപ് ഐലൻഡ്സ് അധികം കിട്ടില്ല, അതില്ല, ഭൂപ്രകൃതിക്ക് തന്നെ വലിയ വ്യത്യാസം വരുമെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 5-ാം മുദ്ര ന്യായവിധിയുടെയാണ്. അപ്പൊ ഇവിടെ ഈ 6 മുദ്രയെ കണ്ടപ്പോൾ 5-ാം മുദ്ര പൊട്ടിച്ചപ്പം പ്രത്യേകിച്ച് അവിടെ ഒരു ന്യായവിധി വരുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ മറ്റേ ന്യായവിധി, അതുവരെ വന്ന ന്യായവിധിയുടെ ഫലമാണ് അവിടെ കാണുന്നത്. അവിടെ അവിടെ യാഗപീഠത്തിന്റെ കീഴിൽ യോഹന്നാൻ കാണുന്നത് രക്തസാക്ഷികൾ തീർന്നവര്. അവിടെ 9-ാം വാക്യം ഒന്ന് വായിച്ച് 6-9 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ
അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. അവതൊരു ബാക്കിയോടെ വായിച്ചേ. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഒരുത്തനും വെള്ളനിലയങ്കി കൊടുത്ത് അവരെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. അപ്പോഴേ അവിടെ ഈ നേരത്തെ നമ്മൾ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ബൈബിൾ സ്റ്റഡി ഞാനിത് കവർ ചെയ്തതാണ്. ആ യാഗപീഠത്തിന്റെ അവിടെയുള്ള ഈ അവിടെ പാരഡൈസ് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയുള്ള മരിച്ച ചിരച്ഛേദം ചെയ്ത് രക്തസാക്ഷികളാണ് മഹാപീഡന സമയത്ത് 7 വർഷക്കാലത്ത് ആദ്യം പീഡനം ചെയ്തവര് അവര് ചോദിക്കുകയാണ്, ഈ എത്ര നാളെ നീ പ്രതികാരം ചെയ്യും ബാക്കി അന്ത്യക്രിസ്തുവിനോടും ഈ ദുഷ്ടന്മാരോടും എത്ര നാളുടെ കഷ്ടം സഹിക്കണം എന്ന് പറയുമ്പം അവരുടെ സംഖ്യ തീരുവോളം, വിശുദ്ധന്മാരുടെ സംഖ്യ തീരുവോളം നിങ്ങളിവിടെ കിടക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരെ കുറിച്ച് ഇവരെ കുറിച്ച് വെളിപാട് 20:4 അവിടെ എഴുതിയിട്ടുണ്ട്. ഇവരുടെ അതിന്റെ കൺക്ലൂഷൻ കാണുന്നുണ്ട്. അതുകൂടെ ഒന്ന് വായിച്ചു തരാം. വെളിപ്പാട് 20:4. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരെ അവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. അപ്പം ഇവര് പ്രാർത്ഥിച്ചപ്പോൾ കണ്ടില്ലേ, അവസാനം വന്നപ്പോൾ അവരെ ജീവിച്ചു, അവരെ ഉയർത്തെഴുന്നേറ്റു. 1000 ആണ്ട് വാഴ്ചയിൽ നമ്മളോട് തന്നെ നമ്മളും 1000 ആണ്ട് വാഴ്ചയിൽ വാഴുകയാണല്ലോ. അതുപോലെ അവർക്കും അതേ സ്ഥാനമാണ്. അവരും ഭൂമിയിൽ രാജാക്കന്മാരായിട്ട് അവരും വാഴും. അവരുടെ അന്ത്യം ഇതാണ് അവിടെ കാണുന്നത്. എത്രയോ ശുഭകരമായിട്ടുള്ള ഒരു അന്ത്യമാണ് അവിടെ കാണുന്നത്. അവിടെ അതാണ് ആ പാരഡൈസ്. അത് ഇപ്പോഴാ പാരഡൈസ് അവിടാണ് ഇപ്പം മരിക്കുന്ന നമ്മളൊക്കെ മരിക്കുമ്പോൾ അവിടാണ് പോകാൻ പോകുന്നത്. എന്നാൽ റാപ്ചർ വരുമ്പോൾ ഞാൻ നേരത്തെ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞ അത് എംപ്റ്റി ആകും. അത് റാപ്ചർ വരുമ്പം പിന്നെ മഹാപീഡന സമയത്താണ് അവിടെ ഇവര് അത് ഫില്ല് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് അതാണ് അവിടെ പളങ്ക് കടൽ എന്ന് പറയുന്നത്. റെവല്യൂഷൻ 15:2-4 വായിച്ച് പളങ്ക് കണ്ണാടി കടൽ എന്ന് പറയുന്നത് ഈ ഭാഗത്തെ ഉദ്ദേശമാണ് കണ്ണാടി കടൽ എന്ന് പറയുന്നത് തന്നെ. 15:2 മുതൽ എത്ര വരെയാ? 4 വരെ. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ അവിടെ നിൽക്കുക. അപ്പൊ അവിടെ അവര് മൃഗത്തിനോട് ജയിച്ചവരാണ്. അവിടെ അതിൽ കൊല്ലപ്പെട്ട അതാണ് ഞാൻ കണക്ട് ചെയ്യുന്ന ഇതാണ്. പളങ്കുകടലും യാഗപീഠവും ഇത് ഒരു തന്നെയാണ്. റെവല്യൂഷൻ 4:6 നമ്മൾ വായിച്ച കണ്ണാടി കടൽ എന്ന് കണ്ടത് കണ്ണാടി കടൽ പോലെ എന്നാ എഴുതിയിരിക്കുന്നത്. അപ്പം ഈ എത്ര ഇതെന്ന് പറഞ്ഞാലും ഈ ലോകം നമ്മുടെ ചുരുക്കമാണ്. ഈ സ്വർഗത്തിലെ യാഗപീഠത്തില് ഇവിടെ ഈ ആത്മാക്കള് ഇത് കരഞ്ഞുവെങ്കിലും അവസാനം നമ്മൾ വായിക്കുന്ന അവര് ജയിച്ച് ജീവൻ പ്രാപിച്ച് അവിടെ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്നു. ഇവിടെ കാണുമ്പോൾ സ്വർഗത്തിലെ യാഗപീഠം എന്ന് പറയുമ്പോൾ ഈ മോശയും അവിടെ ശലോമോനും ഒക്കെ ഉണ്ടാക്കിയ ദേവാലയമൊക്കെ സ്വർഗത്തിലൊരു ദേവാലയമുണ്ട്. അവിടുത്തെ അതിന്റെ റെപ്ലിക്കായാണ് ഭൂമി പണിതത്. അവിടെ ഈ വെളിപാട് പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മളത് അവിടെ ആ ഭാഗം വരുമ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഈ 6-ാം അധ്യായത്തിൽ 6 മുദ്രകൾ പൊട്ടിച്ച് നമ്മൾ വായിച്ചു. അതില് 5 മുദ്രകളും ഭൂമിയിലെ നാശമാണ്. 5-ാം മുദ്രയിൽ അവിടെ ഇപ്പം പൊട്ടിച്ചപ്പോൾ അതിന്റെ മറ്റ് മുദ്രയിൽ മരിച്ചവരുടെ ആത്മാക്കള് പ്രാർത്ഥിക്കുന്നതാണ്, അവർ യാചിക്കുന്നതാണ്. എത്ര നാൾ ഞങ്ങളുടെ ഇത് സഹിക്കണം എന്നുള്ളതാണ്. അത് കാണുമ്പോൾ അവർ വിജയം പ്രാപിച്ച് 20-ാം അധ്യായത്തിൽ വരുമ്പോൾ 1000 ആണ്ട് വാഴ്ച പ്രവേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ റാപ്ചർ വരുന്നത് വരെ കർത്താവായ യേശു ക്രിസ്തു 2ാമത് ഭൂമിയിൽ വരുന്നത് വരെ എന്നാന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പം
ഈ ആഴ്ച വന്നെന്നിരിക്കും, ചിലപ്പോൾ എത്ര നാൾ കഴിഞ്ഞെന്നിരിക്കും. എന്നാൽ അന്ന് സോഷ്യലിസം ആയിരിക്കും. ഞാൻ ഇപ്പോഴ് കഴിഞ്ഞ 4 വർഷം നമുക്കറിയാമല്ലോ, ഇവിടെ ഹോമോസെക്ഷുവാലിറ്റിയും ഇതെല്ലാം, അതിന്റെ ട്രാൻസ്ജെൻഡറും എല്ലാം ഇപ്പം ട്രംപ് വന്ന് അതൊക്കെ മാറ്റിയെന്ന് പറഞ്ഞാലും അതൊക്കെ താൽക്കാലികമാണ്. ഭാവിയിൽ ഈ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അമേരിക്കയിൽ അതുപോലുള്ള സോഷ്യലിസ്റ്റുകാർ വരികയും പഴയതിൽ ഇരട്ടിയായിട്ട് പരിപൂർണമായിട്ട് ഇപ്പൊ യൂറോപ്പിൽ തന്നെ സോഷ്യലിസം ആയി കഴിഞ്ഞു. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡയിലെല്ലാം സോഷ്യലിസ്റ്റ്. അമേരിക്ക മാത്രം ഇപ്പം തൽക്കാലത്തെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, സോഷ്യലിസത്തിൽ നിന്നുള്ള ഒരു വിടുവ് ഇപ്പം ട്രംപ് ജയിച്ചപ്പോൾ. എന്നാൽ ഇതിന് ശേഷം ഭാവിയിൽ നമ്മളൊക്കെ ജീവിച്ചിരുന്ന ഇവിടെ ചെറുപ്പക്കാർ ഇതിൻ്റെ അകത്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ അറിയാം, ഇതിന് ശേഷം സോഷ്യലിസം അമേരിക്കയിൽ വരികയും അന്തിക്രിസ്തു ഈ ഭൂമിയിൽ രാജാവായിട്ട് വരുമ്പോൾ സോഷ്യലിസം മാർഷ്യൽ ലോയുമാണ് പ്രഖ്യാപിക്കുന്നത്. ആ ആർട്ടിക്കിൾ ഞാൻ വേണമെങ്കിൽ ഇത് ഇടാം വായിക്കേണ്ടിയവർക്ക്. ഇതാണ് എനിക്ക് ഈ 6-ാം അധ്യായത്തിൽ നിന്ന് പറയാനുള്ളത്. എനിക്ക് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുക, നമ്മളെല്ലാം ഈ മഹാപീഠത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മളെ കടത്തിവിടുകയില്ല. അതിനു മുമ്പ് നമ്മുടെ നാഥനായ കർത്താവ് യേശുക്രിസ്തു വരും, നമ്മളെ അവനോട് ആയിത്തീരും. ഈ കഷ്ടതയിൽക്കൂടെ നമ്മൾ പോകേണ്ടി വരികയും ഈ പ്രത്യാശയാണ് നമുക്കുള്ളത് ഇത് പഠിക്കുമ്പോൾ. അതുകൊണ്ട് വരും ദിവസങ്ങൾ നമ്മുടെ ജീവിതം കൂടുതലായിട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്? 3 minutes ഉണ്ട്. എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. 1-2 കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്ന്, ഈ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ശരിക്കും അത് എണ്ണയും വീഞ്ഞും എണ്ണയും വീഞ്ഞും അത് അന്നത്തെ കാലത്തും റിച്ച് ആൾക്കാർക്കാണ്. അന്നേരം ഇവിടുത്തെ ഈ സമ്പന്നന്മാരുണ്ടല്ലോ, അവർക്ക് എണ്ണയും വീഞ്ഞും കുറച്ച് ഈ വൈന് അല്ലെ ലിക്കർ അഫോർഡ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഇതാണ്. അപ്പൊ സമ്പന്നന്മാർക്ക് കുറച്ചുകൂടെ സർവൈവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള മാത്രമേ ഉള്ളൂ. അതിലൊരു അനുമാനം ഇത് മാത്രമേ ഉള്ളൂ. അത് വലിയൊരു ഇതായിട്ട് നമുക്ക് ഇത് അർത്ഥം വെച്ച് പോകാനില്ല. ഞാൻ ഒരിടത്ത് വായിച്ചതിൽ അത് പറഞ്ഞിരിക്കുന്ന, അത് ഞാൻ വായിച്ചതിൽ ഇതെനിക്കറിയത്തില്ല ഇതിലെന്തോ ശരിയെന്ന്. എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് പറയുന്നതിൽ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി അത് പിടിച്ചെടുക്കുമെന്നും അതുകൊണ്ട് അതിൻ്റെ ക്ഷാമം രൂക്ഷമായിരിക്കുമെന്നുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്നാണ് ഞാൻ ഒരിടത്ത് വായിച്ചതിൽ മനസ്സിലാക്കിയത്. എണ്ണ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വീഞ്ഞും എണ്ണയും ഇത് ഓയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ. മറ്റേ അവര് ഓയിലിന്റെ രീതിയിൽ യുദ്ധത്തിന് വരും മറ്റേ ഓയിലാണല്ലോ വേണ്ടി. ഇവിടെ പിന്നെ എണ്ണയും വീഞ്ഞും മറ്റേ അന്നത്തെ കാലത്തെ എണ്ണയും വീഞ്ഞും ഉള്ള ഒരു ഇതിലാണ് കാണിക്കുന്നത്. അപ്പം എനിവേ ഇത് സോഷ്യലിസം വരുമ്പോൾ ഗവൺമെന്റ് എല്ലാം പിടിച്ചെടുക്കും. എങ്ങനെയായിരുന്നാലും നമുക്കത് നമ്മുടെ ഇതിനെ ബാധിക്കുന്നില്ല. അതിപ്പം പല രീതിയിൽ പലര് അത് ചെയ്യുന്നുണ്ട്. അത് ഞാനും അത് വായിച്ചിട്ടുണ്ട്. ഓയില് ക്ഷാമം വരുമല്ലോ, എനിവേ യുദ്ധത്തിന് വേണമല്ലോ. അപ്പൊ ആ ഇത് ഓയിലെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെങ്കിൽ എങ്ങനെയാണെങ്കിലും എനിക്ക് അത് പ്രശ്നമല്ല, നമുക്കത് പ്രശ്നമല്ല. പിന്നെ വേറെ ഒരിടത്ത് എനിക്ക് അതിനെ കുറിച്ച് വായിക്കാനായിട്ട് സാധിച്ചത് എടുത്തു വയ്ക്കായിരുന്നു. ഒരു മിനിറ്റ് ഞാൻ വിളിക്കട്ടെ. Do not damage the oil and the wine could describe the availability of some staples in a time of economic crisis. The command is in God's love and control എന്ന് വായിക്കാൻ അങ്ങനെയുള്ളത് ഞാൻ വായിക്കും. പല രീതിയിൽ അത് ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ. ഇപ്പൊ എനിവേ അതിപ്പം നമുക്കതൊരു പ്രധാന ഒരു ഡോക്ടറുടെ വിഷയമല്ല. പിന്നെ ഓയിലും വൈനും ഇപ്പൊ അന്നത്തെ കാലത്തത് ഇതായിരിക്കും. ഗവൺമെന്റ് അതെല്ലാം പിടിച്ചെടുക്കും, സപ്ലൈ എല്ലാം ഓയിൽ ആൻഡ് വൈന്. പിന്നെ അതുപോലെ 5-ാം പറഞ്ഞോ ബേബി പറഞ്ഞോ. അതുപോലെ അതിനെ കുറിച്ച് തന്നെ വേറെ പറയുന്നത്, കമാൻഡ് ടു പ്രിസർവ് ദീസ് ഐറ്റംസ് കുഡ് ഇൻഡിക്കേറ്റ് God's withholding of greater destruction described in later chapters. ഇതിപ്പം ഇത് ഒത്തിരി ഇന്റർപ്രിട്ടേഷൻ ഇതിനെ കുറിച്ചുണ്ട്. ഇപ്പൊ ഇത് ഈ പല ഇന്റർപ്രിട്ടേഷനും ഓരോരുത്തരുടെ ഊഹാബോധത്തിൽ പറയുന്ന കുഴപ്പമില്ല. അതൊന്നും ഫണ്ടമെന്റൽ ഡോക്ടറുമായിട്ടുള്ള ഇതെല്ലാം പോസിബിളാ, സോൾവ് ആർ പോസിബിൾ. ഇവിടെ നമ്മുടെ ഇതുമായിട്ട് പിന്നെ യാഗപീഠത്തിന് കീഴിൽ കണ്ട ആത്മാക്കള്
അത് ഇസ്രായേൽ മക്കളിൽ നിന്ന് സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ആളുകളായിരിക്കത്തില്ലേ? ഈ ഈ ഈ മഹാവിടന സമയത്ത് ഇസ്രായേലിൽ നിന്ന് 144,000 പേര് സുവിശേഷം ഘോഷിക്കും. പിന്നെ ഏലിയാവും മോശയും സുവിശേഷം ഘോഷിക്കും. അപ്പൊ അന്നേരം യഹൂദന്മാരും രക്ഷിക്കപ്പെടും, അവരും കൊല്ലപ്പെടും. അതേ സമയത്ത് ജാതികളും യഹൂദന്മാരല്ലാത്തവരും രക്ഷിക്കപ്പെടും, അവരും കൊല്ലപ്പെടും. അപ്പോൾ അവരുടെ ആ യഹൂദന്മാരുടെയും ജാതികളുടെയും ആത്മാക്കളാണ് ഈ യാഗപീഠത്തില് അവിടെ പോകുന്നത്. അവരെ 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ കരയുന്നത്. അപ്പം യഹൂദന്മാർ തന്നെയല്ല, അപ്പം ഈ ജാതികളും എല്ലാവരും റാപ്ചർ വരുമ്പം നമുക്ക് പരിചയമുള്ള രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ ഇവിടെ ഭൂമിയിലുണ്ടല്ലോ, അവരെല്ലാം ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ അവർ യഹൂദന്മാർ തന്നെയല്ലല്ലോ. ഇപ്പൊ നമ്മുടെ ഇപ്പം ഊശിലും ഡാവസിലും അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഒക്കെ നോക്കിയാല് വിശ്വാസമില്ലാത്ത ധാരാളം പേരുണ്ട്. റാപ്ചർ വരുമ്പോ അവരെല്ലാം ജീവിച്ചായിരിക്കുന്നത്. അപ്പം അല്ല, അപ്പൊ അവര് ഇവിടെ യാഗപീഠത്തിന് കീഴിൽ കാണുന്നവര് രക്ഷിക്കപ്പെട്ടവരല്ല, അവര് സുവിശേഷം ഘോഷിച്ച ആളുകളല്ലേ? അല്ലല്ല, സുവിശേഷം ഘോഷിച്ച് രക്ഷിക്കപ്പെട്ട സുവിശേഷം ഘോഷിച്ചത് മൂലം രക്ഷിക്കപ്പെട്ട ആൾക്കാരാണ്. സുവിശേഷം ഘോഷിച്ച് 144,000 പേര് പ്രത്യേകം അവർക്ക് മരണമില്ല, അവരെ ആർക്കും കൊല്ലാൻ പറ്റുകയില്ല, അവരെ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രസംഗം മൂലവും ഈ ഏലിയാവിന്റെയും മോശയുടെയും 2 സാക്ഷികളുടെ പ്രസംഗം രക്ഷിക്കപ്പെട്ട് അന്തിക്രിസ്തുവിനാൽ വധിക്കപ്പെട്ട വിശ്വാസികള് യഹൂദന്മാരും മറ്റു വിശ്വാസികളുമാണ്. അവരുടെ ആത്മാവാണ് ആ യാഗപീഠത്തിലുള്ളത്. അല്ല, പ്രസംഗിച്ച് 144,000 പേര് അവരെ കൊല്ലാൻ പറ്റുകയില്ല, അവരെ പ്രത്യേക ശീലം അവർക്കുണ്ട്. രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച യഹൂദന്മാര് അല്ലേ? അതെ, മനുഷ്യ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ മടങ്ങി വന്നു രാജാവായി വാഴുമെന്ന് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് അവരെ അല്ലേ കൊല്ലുന്നത്? അവരെ കൊന്നാണ് പ്രസംഗിച്ചു. അത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മളെല്ലാം സുവിശേഷം പ്രസംഗിക്കുന്നവരല്ലേ എന്ന് പറഞ്ഞാൽ അന്നത്തെ വിശ്വാസികളും പ്രസംഗിക്കും, അവരെയും കൊല്ലും, ആ വിശ്വസിച്ചവരെയും കൊല്ലും. പക്ഷേ ഈ 144,000 പേരെ ആരും കൊല്ലാൻ പറ്റുകയില്ല. അപ്പൊ അവരും രാജ്യത്തിന്റെ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. ഒരു ദൂതനും രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് എന്നതാ? യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ രാജ്യത്തിന്റെ സുവിശേഷമാണ് പ്രസംഗിച്ചത്, യേശുക്രിസ്തു രാജ്യത്തിന്റെ സുവിശേഷമാണ് പ്രസംഗിച്ചത്. എന്നാൽ അവര് യേശുക്രിസ്തുവിനെ ത്യജിച്ചപ്പോൾ ആ രാജ്യത്തിന്റെ സുവിശേഷം മാറ്റി വെച്ചു. ആ രാജ്യം ദൈവരാജ്യം സ്ഥാപിക്കാനാണ് യേശുക്രിസ്തു വന്നത്. അവർ യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചപ്പോൾ രാജ്യം സ്ഥാപിക്കുന്ന മാറ്റിവെച്ചു. ആ പ്രസംഗം രാജ്യത്തിന്റെ സുവിശേഷം അവിടെ തീർന്നു. ഇപ്പൊ നമ്മുടെ കൃപയുടെ സുവിശേഷമാണ്. എന്നാൽ ഈ മഹാപീഡന സമയത്ത് രാജ്യത്തിന്റെ സുവിശേഷം വീണ്ടും പ്രസംഗിക്കും. അത്ര വിശ്വാസികളും പ്രസംഗിക്കും, വിശ്വസിക്കുന്ന നമ്മളിപ്പം നമ്മളെല്ലാവരും സുവിശേഷം ചെയ്യുന്നില്ലേ? ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പോലെ അന്ന് വരും, അവരെ എല്ലാവരും കൊല്ലും, പലരെ കൊല്ലും. കൊല്ലാത്ത ഒരു കൂട്ടർ എല്ലാവരും കൊല്ലുകയില്ല, മെജോറിറ്റി ആൾക്കാർ കൊല്ലാത്ത ജീവിച്ചിരിക്കുന്ന വിശ്വാസികളും യൂതന്മാരും 1000 ആണ്ടിൽ പ്രവേശിക്കും. അപ്പൊ എല്ലാരും കൊല്ലപ്പെടുകയില്ല. അപ്പം പ്രധാനമായിട്ട് പ്രസംഗിക്കും 144,000 പേര് ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേരെ തിരഞ്ഞെടുത്ത് അവർ പ്രസംഗിക്കുന്നു, അവരെ കൊല്ലാൻ പറ്റുകയില്ല. മറ്റ് പ്രസംഗിക്കുന്ന റെഗുലർ വിശ്വാസികളെ കൊല്ലും, എല്ലാരും കൊല്ലപ്പെടുകയില്ല. കൊല്ലപ്പെടാത്തവരാണ് 7 വർഷം അവസാനം 1000 ആണ്ട് വാഴ്ച സ്ഥാപിക്കുമ്പോൾ അവര് 1000 ആണ്ട് വാഴ്ചയിൽ യഹൂദന്മാരും അന്നത്തെ യഹൂദരെ സപ്പോർട്ട് ചെയ്ത മറ്റു വിശ്വാസികളും 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്നത്. ഈ കൊല്ലുന്നവരെ ഈ മുദ്ര ഏൽക്കാത്ത ആൾക്കാരെയല്ലേ കൊല്ലുന്നത്? അന്തിക്രിസ്തുവിന്റെ മുദ്രയേക്കാത്ത ആൾക്കാരെയാ കൊല്ലും. അപ്പം അത് വിശ്വാസികള്. എന്നാൽ ആൾക്കാർക്ക് ജനങ്ങൾ രക്ഷിക്കപ്പെടുന്നത് വിശ്വാസം മൂലമാണോ? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അന്ന് കാണും. അന്ന് എന്നും വിശ്വാസം യേശുക്രിസ്തുള്ള വിശ്വാസം മൂലമാണ് രാജ്യത്തിന്റെ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. അപ്പം പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുപോലെ പരിശുദ്ധാത്മാവ് ഭൂമിയിലില്ലെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ആ പ്രത്യേക ഇതായിട്ടുള്ള പ്രവർത്തനമുണ്ട്. ഇവിടെ എൻഡ്വെല്ലിംഗ് ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് അവിടെ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. എന്തോ കേൾക്കുന്നില്ലേ? ആർക്കാ കേൾക്കാൻ വയ്യാന്ന് പറഞ്ഞേ? കേൾക്കുന്നില്ലേ? എനിക്ക് കേൾക്കാം, എല്ലാം കേൾക്കാം. അല്ല, അവരുടെ ആരുടെയും ടെലിഫോണിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചു പേർക്ക് കേൾക്കാമെങ്കിലേ. അപ്പം ഇപ്പൊ നമ്മളെല്ലാം പറഞ്ഞ 2-3 സെന്റൻസ് ഞാൻ കേട്ടില്ല. ഓക്കെ.
ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ആൾക്കാര് പലരും കൊല്ലപ്പെടുക, എല്ലാവരും കൊല്ലപ്പെടുകയില്ല. അത് മുദ്രയേക്കാത്ത ആൾക്കാരാണ്. പിന്നെ അവർ മുദ്രയേക്കുകയില്ല. അതുകൊണ്ട് ദൈവം അത്ഭുതമായിട്ട് കുറച്ചുപേർ അവിടെ എല്ലാവരും കൊല്ലപ്പെടുകയില്ല. അതുപോലെ തന്നെ ഇത് കാണും ഇപ്പൊ സണ്ണി ബ്രേക്കപ്പ് ചെയ്യുന്നു കേട്ടോ. ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ടോ? ആ അത് ആ സാരമില്ല, ഏതായാലും ക്ലാസ് കഴിഞ്ഞല്ലോ. ഇപ്പം ഒരു സ്വല്പം പ്രയാസം ഉണ്ടായി. ഓക്കെ, alright, thank you very much. ഓക്കെ, നമുക്കിനി പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഞാനെന്നാ ലിങ്ക് ചെയ്യുക. ഓക്കെ, ബൈ. ശരി, ഓക്കെ. ഫ്ലോറിഡ അന്നമ്മ സിസ്റ്റർ ഇന്നലെ എങ്ങനെ നേരത്തെ ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? മ്യൂട്ട് ചെയ്തിരിക്കുക അന്നമ്മ. അന്നമ്മ, ആരെങ്കിലും പ്രാർത്ഥിച്ചോ? വാർത്തകളെ വിശ്വസനാഥമേ സ്വർഗീയപിതാവേ, ഈ നല്ല സമയത്തിനാട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പല ഭവനങ്ങളിലും പല സ്റ്റേറ്റുകളിലെ പല രാജ്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് അവിടുത്തെ സമയമില്ല ഇങ്ങനെ അടുത്ത് ഉണ്ടാക്കാൻ ദൈവം ഒരുക്കി തന്ന വലിയൊരു അവസരത്തിനാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഗ്രൂപ്പിലായിരിക്കുന്ന ഓരോ സഹോദരിമാരെയും അവരുടെ കുടുംബങ്ങളെയും മക്കളെയും കൊച്ചുമക്കളെയും അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. എല്ലാവരുടെയും കുടുംബങ്ങൾ കർത്താവ് കുടുംബങ്ങളെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന സഭയിലുള്ള കുടുംബങ്ങളോട് അവിടുന്ന് കാരണം തോന്നണം. എല്ലാവരും